ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാ ഉച്ചയ്ക്കാണ് കേട്ടോ മുളക് വിരിക്കാൻ ടെറസിൻ്റെ മേലെ കയറിയത്. എനിക്ക് ഉച്ചയ്ക്കാണ് ഓർമ്മ വന്നത് മുളക് കഴുകി വിരിക്കാനുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ തന്നെ വേഗം പോയി വിരിക്കാമെന്ന് വിചാരിച്ചു. നല്ല വെയിലായിരുന്നു. ഇതിൻ്റെ മേലെ കയറിയപ്പോൾ കാലൊക്കെ പൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. അത്രയും ടെറസ് ചൂടായി കിടക്കുകയാണ്. സത്യം പറഞ്ഞാൽ എന്തോ പൈസ കൊടുത്ത് വെയിൽ കൊള്ളണ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. ഇന്നൊരു വെയിൽ കിട്ടിയപ്പോൾ പെട്ടെന്ന് പോകുന്നത്. അപ്പോൾ ഉച്ചയാണോ ഒന്നും നോക്കിയില്ല, വേഗം കഴുകിയിട്ടു കേട്ടോ. നമ്മൾ മുളകായാലും മല്ലിയായാലും മഞ്ഞളായാലും ഒക്കെ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ ഉപയോഗിക്കാറ്. അതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം, നല്ല പൊടി ഉപയോഗിക്കാമല്ലോ. പിന്നെ മഞ്ഞൾ നമ്മൾ തന്നെ കൃഷി ചെയ്യുന്നത് കൊണ്ട് കടയിൽ നിന്ന് മഞ്ഞൾ വാങ്ങേണ്ട ആവശ്യമില്ല. മല്ലിയും മുളകും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പൊടിക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇതിൽ കാശ്മീരി ഒന്നും ഞാൻ ചേർക്കാറില്ല കേട്ടോ, ഇങ്ങനെ തന്നെ പൊടിക്കുക ചെയ്യുക. പിന്നെ പൊടിക്കാൻ നേരത്ത് ഇതിൻ്റെ ഞെട്ടിയൊന്നും കളയാറില്ല. ചിലരൊക്കെ ഞെട്ടി കളയും, ഞെട്ടി കളയാത്താണ് നല്ലതെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അതൊന്നും ഞെട്ടി കളയാറില്ല. അതൊക്കെ നമ്മൾ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഉണക്കുന്ന തിരക്കിലാണ്. നല്ല വെയിലായതുകൊണ്ട് കുറേ നേരമൊക്കെ ഞാൻ അങ്ങനെ നിന്നു. പിന്നെ തോർത്തൊക്കെ എടുത്തിട്ട് തലയിലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വിരിച്ചത്. ഓരോ പ്രാവശ്യം വിരിച്ചിട്ട് എണീക്കുമ്പോൾ ഒരു തലകറക്കം പോലെ, ഒന്നും കാണാത്ത പോലെ, അത്രയ്ക്കും വെയിലുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഇത് കുറച്ചൊക്കെ നമ്മൾ വിട്ടൊക്കെ വിരിച്ചാലേ ഉണങ്ങി കിട്ടുള്ളൂ. ഒരു 3-4 ദിവസം എന്തായാലും വിരിക്കണം. വെയിലിനനുസരിച്ചാണ്. നല്ല വെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചിലരൊക്കെ വാഷിംഗ് മെഷീനിലൊക്കെ ഉണക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഞാനതിനോട് യോജിക്കുന്നില്ല. നമ്മൾ ഡ്രസ്സൊക്കെ നമ്മൾ അലക്കുന്നതല്ലേ, പ്രത്യേകിച്ച് ഞാൻ എൻ്റെ മോളുടെ ഡ്രസ്സൊക്കെ അലക്കുന്നതാണ്. വാഷിംഗ് മെഷീനിലൊക്കെ ഒരു തുണിയിൽ കെട്ടിയിട്ടൊക്കെ ഓരോരുത്തരും ഉണക്കുന്നത്. എൻ്റെ അയൽവക്കത്തും ഉണക്കാറുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ. പക്ഷെ ഞാനങ്ങനെ ഉണക്കാറില്ല, അങ്ങനെ തന്നെയാണ് ഉണക്കാറുള്ളത്. അപ്പോൾ ഇതൊരുപാട് മാസങ്ങൾ ഉണ്ടാവും ഇങ്ങനെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ. നമ്മൾ എടുക്കുന്നത് അറിയൂല പൊടി. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയും ചെയ്യും. മായം ചേർത്ത പൊടികളും ആയിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി തുടങ്ങിയ പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയില്ല. ഇങ്ങനെ തന്നെ പൊടിക്കാനേ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ പൊടിക്കാറുള്ളത്? ബായ്.